ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഭഗവാൻ ശിവശങ്കരന്റെ പരമഭക്തനായ അദ്ദേഹത്തിന്റെ വാഹനമായ നന്ദികേശന്റെ കഥയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. യുഗങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചത്തിൽ ശിലാദ എന്നൊരു മുനി വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ ശിവശങ്കരന്റെ കൃപാകടാക്ഷത്തിൽ ഒരു പുത്രനെ വേണമെന്ന് വളരെ വലിയ രീതിയിൽ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം ഒരു മഹായജ്ഞം തന്നെ നടത്തി. ആ ഒരു യജ്ഞത്തിന്റെ പരിണിത ഫലമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഭഗവാൻ ശിവശങ്കരന്റെ കൃപാകടാക്ഷത്തിലൂടെ ഒരു പുത്രനെ ലഭിച്ചു. പക്ഷേ ഇവിടെയും വിധി വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ പുത്രന് അല്പായുസായിരിക്കും എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സന്ദേശം, ഒരു അരുളപ്പാട് അല്ലെങ്കിൽ ഒരു അശരീരി എന്നുള്ള ഒരു രീതിയിൽ ശിലാദ മുനിക്ക് സമീപമായി എത്തുകയാണ്. പക്ഷേ ശിലാദ മുനി ഭഗവാൻ ശിവശങ്കരനെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യപൂർവ്വം തന്നെ അദ്ദേഹത്തിന്റെ പുത്രനെ വളർത്തി വലുതാക്കുകയാണ്. ഒരു ചെറിയ പ്രായം എത്തിയപ്പോൾ തന്നെ പുത്രന് ആ ഒരു അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ ഒരു വലിയ രഹസ്യം, ആ അല്പായുസായിരിക്കും എന്നുള്ള ആ രഹസ്യം അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ഭഗവാൻ ശിവശങ്കരനിൽ അഭയം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷത്തിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാവാനായിട്ട്, അദ്ദേഹത്തിന്റെ പരമഭക്തനായി മാറാനായിട്ട് അദ്ദേഹം വലിയ രീതിയിൽ ആ കുഞ്ഞു ബാലകൻ വലിയ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ആ ക്ഷണം തന്നെ ആ കുഞ്ഞു ബാലകൻ വളരെ വലിയ രീതിയിൽ ഭഗവാൻ ശിവശങ്കരനെ ഉപാസിക്കാനായിട്ട്, തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സംവത്സരങ്ങളോളാണ് ആ ഒരു കുഞ്ഞു ബാലകൻ ഭഗവാനെ തപസ് ചെയ്യുന്നത്. അതിഘോരമായിട്ടുള്ള ഒരു തപസ്സായിരുന്നു അത്. അത്രയും കഠിനകരമായിട്ടുള്ള ഒരു തപസ് ഒരു പക്ഷേ ഈ പ്രപഞ്ചം തന്നെ സാക്ഷിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ആ തപസ്സിന്റെ അവസാനത്തിൽ ഭഗവാൻ ശിവശങ്കരൻ ആ കുഞ്ഞു ബാലകന് വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ വിശ്വരൂപം ദർശനമായി കൊടുക്കുകയാണ്. അങ്ങനെ ആ ദർശനം പ്രാപ്തമാക്കിയ ആ ബാലകൻ ഭഗവാനോടായിട്ട് മറ്റൊന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. എന്നും ഭഗവാന്റെ തിരുവടിയിൽ ഭഗവാന്റെ ഭക്തനായി, ഭഗവാന്റെ ദാസനായി കഴിയാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഈ ഒരു കാര്യം മാത്രമേ ആ പ്രത്യക്ഷ രൂപനായ ആ ഭഗവാനെ കണ്ടപ്പോൾ ആ കുഞ്ഞു ബാലകൻ ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ ആ കുഞ്ഞു ബാലകന്റെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സമർപ്പണവും ആ സമചിത്തതയോടുള്ള മനോഭാവത്തോടു കൂടിയുള്ള ഭഗവാനോടുള്ള ഒരു സമീപനവും കണ്ട് ഭഗവാന് വളരെ വലിയ രീതിയിൽ ഒരു സ്നേഹം തോന്നുകയാണ്. അദ്ദേഹത്തെ, ആ കുഞ്ഞു ബാലകനെ ഭഗവാൻ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ ഭക്തനായിട്ടും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ടും അദ്ദേഹത്തിന്റെ വാഹനവുമായി മാറ്റുകയാണ്. പിന്നെ മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന ആ കുഞ്ഞു ബാലകനെ പിന്നീട് ഒരു കാളയായിട്ട്, ഒരു ദിവ്യമായ ഒരു കാളയുടെ രൂപം നൽകുകയും ഭഗവാൻ ശിവശങ്കരന്റെ തന്നെ വാഹനമാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും മുൻപന്തിയിൽ ഭഗവാനെ നോക്കി നിൽക്കുന്ന ആ ഒരു രൂപമായി, ഭഗവാന്റെ പ്രതിരൂപമായി നമ്മൾ കാണുന്ന നന്ദികേശൻ എന്ന നമ്മുടെ നന്ദി ഭഗവാൻ.